സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. ബൈക്ക് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ സ്വദേശി അർജുന്റെ 4 അവയവങ്ങളാണ് ദാനം ചെയ്തത്. കണ്ണൂർ വളക്കൈയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 23-കാരൻ അർജുൻ ഇനി 4 പേർക്ക് പുതുജീവനേകും. കണ്ണൂർ സ്വദേശിയായ അർജുന്റെ ഹൃദയം കൊച്ചിയിലും കരളും 2 വൃക്കകളും കോഴിക്കോടുമുള്ള ആശുപത്രികളിൽ എത്തിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അവയവദാന ഏജൻസിയായ കേസോട്ടോ വഴിയാണ് അവയവ കൈമാറ്റ പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, വീണ്ടും അങ്ങനെ ഒരു അവയവദാനം കൂടി ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നു. കോഴിക്കോടേക്കാണ് ഇത്തരത്തിൽ മറ്റു 2 അവയവങ്ങൾ എത്തിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സംസ്ഥാന സർക്കാരും പൊതുസമൂഹവും ഒപ്പം തന്നെ ആശുപത്രികളും കൈകോർത്തപ്പോൾ വീണ്ടും ഒരു അവയവദാനം നടന്നു എന്നുള്ളതാണ്. കണ്ണൂർ ശ്രീകണ്ഠാപുരത്തിനടുത്ത് വളക്കൈ പാലത്തിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി 23-കാരനായ അർജുന് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. ഇതോടുകൂടി മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ അർജുന്റെ മാതാപിതാക്കളായിട്ടുള്ള മാടത്താനിക്കുന്നിലെ ഗണേശനും തങ്കമണിയും സന്നദ്ധരാകുകയായിരുന്നു. ആ മാതാപിതാക്കളുടെ ധീരമായ സന്നദ്ധത വലിയ ദുഃഖത്തിനിടയിലും മകന്റെ വിയോഗത്തിന്റെ വലിയ ദുഃഖത്തിനിടയിലും ഈ അവയവങ്ങൾ ദാനം ചെയ്യാൻ കാണിച്ച ആ ഒരു വലിയ സന്നദ്ധതയാണ് ഇന്ന് 4 പേരുടെ പുതുജീവന് വഴിയൊരുക്കിയത്. അത് ആ മാതാപിതാക്കളുടെ സന്നദ്ധത അറിയിച്ചതോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ അവയവ കൈമാറ്റ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ വഴി ആസ്റ്റർ മിൽസ് അധികൃതർ കണ്ണൂർ ആസ്റ്റർ മിൽസ് അധികൃതർ അവയവ കൈമാറ്റ പ്രക്രിയകൾ ഏകോപിപ്പിച്ചു. തുടർന്ന് ഇന്ന് രാവിലെ അർജുന്റെ ഹൃദയം എയർ ആംബുലൻസിൽ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിച്ചു. ആ ഹൃദയം 48-കാരനായിട്ടുള്ള മലപ്പുറം സ്വദേശിയുടെ ശരീരത്തിലാണ് ഇനി ഹൃദയത്തുടിപ്പുകൾ തീർക്കുക. അർജുന്റെ ഓർമ്മകൾ ഈ 48-കാരന്റെ ശരീരത്തിൽ ഹൃദയത്തുടിപ്പുകൾ തീർക്കും. വൃക്കകളിൽ 1 കണ്ണൂർ ആസ്റ്റർ മിൽസിന്റെ രോഗിക്കാണ് നൽകിയത്. 2ാമത്തെ വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാണ് എത്തിച്ചത്. രാവിലെ 11:04 കരൾ കോഴിക്കോട് BMHൽ എത്തിയതെങ്കിൽ അല്പസമയം പിന്നിടുമ്പോഴേക്കാണ് 2ാമത്തെ വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. എന്തായാലും 4 പേർക്കാണ് ഈ ഒരു പ്രവൃത്തി കൊണ്ട് പുതുജീവൻ കൈവരുന്നത്. ശരി, വ്യക്തമാണ്. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം നടന്നിരിക്കുന്നു. ബൈക്ക് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ സ്വദേശി അർജുന്റെ 4 അവയവങ്ങളാണ് ദാനം ചെയ്തിട്ടുള്ളത്. കണ്ണൂർ വളക്കൈയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് മരണം സംഭവിച്ച അർജുൻ ഇനി 4 പേർക്കാണ് പുതുജീവൻ നൽകുക. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്. അധ്യാപകരും രക്ഷിതാക്കളും തമ്മിൽ സൗഹൃദപരമായ ബന്ധം നിലനിർത്തണമെന്നും കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ അറിവിനായുള്ള അന്വേഷണ മനോഭാവം വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ കൂടുതൽ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരിക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും വിദേശത്തു നിന്ന് പോലും വിദ്യാർത്ഥികൾ മികച്ച വിദ്യാഭ്യാസത്തിനായി കേരളത്തിലേക്ക് എത്തുന്ന തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ വികസിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അധ്യാപകരും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും തമ്മിൽ നല്ല സൗഹൃദം